നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വിഷമമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നാളെ എന്താണെന്ന് നമുക്കൊരു ഉറപ്പില്ല. അത് നമ്മുടെ റിയാലിറ്റിയാണ്. നമ്മളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നാളെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ടെൻഷൻ, എൻ്റെ വീട്ടിലെ അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റിയാലിറ്റിയാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്നിറങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല പലരുടെ അവസ്ഥ. നമ്മൾ ഈ ഒരു സാധാരണ പറയുന്നൊരു മാസ്ക് ഒക്കെ ഇട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഈ മാസ്ക് ഒക്കെ ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ പലരും കരഞ്ഞുകൊണ്ടും മുറിവേറ്റവരായിട്ടായിരിക്കും നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുന്നത്. വീട്ടിൽ ചിലപ്പോൾ ഒരു സമാധാനം കാണത്തില്ല, അല്ലെങ്കിൽ നാളെ ഇനി എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കൊരു ബോധ്യമില്ലാതായിരിക്കും നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുന്നത്. രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അതിന് സൗഖ്യം തരുവാൻ ദൈവത്തിന് കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ട് വേണം. പഴയ നിയമത്തിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ വെച്ചപ്പോൾ യോർദാൻ്റെ ഒഴുക്ക് നിന്നു എന്ന് പറയുന്നൊരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ സംഭവം നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയട്ടെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ക്രൂശ് എടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പുറകിൽ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒതുങ്ങി തുടങ്ങും. കാരണം ആ ക്രൂശ്, ഇന്ന് നമ്മൾ ക്രൂശുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്രൂശിനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് പറയുന്നത്, നീ ഫൈറ്റ് ചെയ്ത് നിർത്ത്, നീ എൻ്റെ പുറകെ വരുമ്പോഴത്തേക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാവും. ഇന്ന് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ പുറകെ വിശ്വാസത്തോടെ നമ്മൾ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ദൈവം അതിൻ്റെ പുറത്ത് നമുക്ക് ജയം തരും. ദൈവം നമുക്ക് വിടുതൽ തരും. നമ്മൾ വിശ്വസ്തയോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുമ്പോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ദൈവം നമ്മെ മുമ്പോട്ട് നടത്തും.